Okay, let's take a look at the new Williams Formula One Team 2026 car livery. കളർ സ്കീം കൊള്ളാം, പുതിയ കളർ സ്കീം കൊള്ളാം. അതായത് ഒരു ഡാർക്ക് ബ്ലൂ, പിന്നെ ഒരു ഗ്രേ, അതായത് ഓഫ് വൈറ്റ് കളർ, പിന്നെ ഒരു സിയാൻ കളറും കൂടെ വെച്ചിട്ടൊരു കളർ സ്കീമൊക്കെ അടിപൊളിയാണ്. കഴിഞ്ഞ സീസണിനേക്കാൾ ഒരു വെറൈറ്റി പിടിച്ചിട്ടുണ്ട്. പിന്നെ സ്പോൺസേഴ്സിനെയൊക്കെ നല്ല പ്ലേസ്മെൻറ്റിലാണ് വെച്ചേക്കുന്നത്. നല്ല നീറ്റ്ലി അവർ ഡിസൈൻ ചെയ്തിട്ടുണ്ട് സ്പോൺസേഴ്സിൻ്റെ ലോഗോയും കാര്യങ്ങളും. അപ്പോൾ ടൈറ്റിൽ സ്പോൺസറായ അൾട്ടാസിയൻ ആണ് ഇത്. ഈ വർഷം തൊട്ട് അൾട്ടാസിയൻ ആണ് വില്യംസിൻ്റെ ടൈറ്റിൽ സ്പോൺസർ. വില്യംസിനെ കുറിച്ച് നമുക്കറിയാം, അതായത് ഫോർമുല 1 ഒരു ലെജൻഡറി ടീമാണ്. അതായത് ഫെറാറിയെ കുറിച്ചൊക്കെ പറയുമ്പോൾ തന്നെ എടുത്തു പറയേണ്ട ഒരു ടീമാണ് വില്യംസും. 1980s തൊട്ട് 1997 വരെ ഫോർമുല 1 വില്യംസ് ഡോമിനേറ്റ് ചെയ്തൊരു ടൈമായിരുന്നു. ഫോർമുല 1 ലെജൻസ് ആയ അലൻ പ്രോസ്റ്റ്, ഡാമൻ ഹില്ല്, ജാക്കിസ് വില്യനെ പോലുള്ള ഡ്രൈവേഴ്സ് വില്യംസിന് വേണ്ടി ഡ്രൈവ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ആ ഒരു പഴയ പോലെ അത്ര ഡൊമിനേഷൻ ഇല്ലായിരുന്നു വില്യംസിന് ഫോർമുല 1. പക്ഷേ കഴിഞ്ഞ സീസണിലാണെങ്കിൽ കാർലോസ് സൈൻസ് വില്യംസിൽ വന്നു. അതുപോലെ അലക്സ് ആൽബോണും വില്യംസിൽ വന്നു. അവർ രണ്ടുപേരും നല്ലൊരു പെയറിംഗ് ആണ്. കാർലോസ് സൈൻസിനെ അറിയാലോ, സ്മൂത്ത് ഓപ്പറേറ്ററാണ്. മാത്രമല്ല 2025 5th പ്ലേസ് ആയിരുന്നു കൺസ്ട്രക്ഷൻ ചാമ്പ്യൻഷിപ്പിൽ. അതേപോലെ കാർലോസ് സൈൻസ് 2 തവണ പോഡിയത്തിൽ എത്തുകയും ചെയ്തു. മാത്രമല്ല വില്യംസിനെ പവർ ചെയ്യുന്നത് മെഴ്സിഡസ് ആണ്. മെഴ്സിഡസിൻ്റെ പവർ ട്രെയിനാണ് വില്യംസിൽ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്കറിയായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് വില്യംസിൻ്റെ പുതിയ ലിവറിയെ പറ്റി? നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ കാർലോസ് സൈൻസ് സ്മൂത്ത് ഓപ്പറേറ്ററിൻ്റെ ഫാൻസ് ഉണ്ടെന്ന് എനിക്കറിയാം. അവരൊന്ന് കമൻറ്റ് ചെയ്യണേ.